ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. മോശ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. പൗലോസ് തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുവാനിടയായി. അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന് ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആകയാൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. പ്രിയമുള്ളവരെ, നാം പ്രവാസികളും പരദേശികളുമാണെന്ന് 1 പത്രോസ് 2:11 പറയുന്നു. നാം ഈ ലോകത്തിലുള്ളവരല്ല. നമുക്കായി ഒരു ദേശം നമ്മുടെ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. വഴിയോ ദുഷിയോ നിന്നയോ അപമാനമോ എന്ത് തന്നെ വന്നാലും ദൈവം മുൻപാകെ സമർപ്പിക്കാം. നീതിസൂര്യനായ ദൈവത്തിന്റെ മുഖം കാണുവാനുള്ള ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം. മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരിക്കാം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങളാണ്. അത് ജീവിതത്തിൽ ഉണ്ടാകുവാനും ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുമ്പോൾ അത് നമ്മളിൽ പ്രകടമാകുവാനും തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. നിത്യഭവനത്തിൽ എത്തിച്ചേരേണ്ടതിന് വിശുദ്ധിയോടെ നമുക്കായിരിക്കാൻ തക്കവണ്ണം ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.